ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 14 നടന്ന DHA ഫാർമസിസ്റ്റ് എക്സാമിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഷ്യന്റ് ഈസ് ടേക്കിംഗ് സ്പൈറനോലാക്ടോൺ ആൻഡ് ഡൈക്ലോഫിനാക് ഫോർ ആർത്രൈറ്റിസ് ആൻഡ് ആസ്ക്ഡ് about possible drug interaction. Which interaction is more likely to occur? A. Hyperkalemia and hyponatremia. B. Hypernatremia and hyperkalemia. C. Hyponatremia and hyperuricemia. ഡി ഹൈപ്പർനട്രീമിയ ആൻഡ് ഹൈപ്പോകലീമിയ. സോ സ്പൈറനോലാക്ടോൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. ആള് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡൈക്ലോഫിനാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു സ്പൈറനോലാക്ടോണും ഡൈക്ലോഫിനാക്കും തമ്മിലുള്ള ആ ഒരു പോസിബിൾ ഡ്രഗ് ഇന്ററാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആയിട്ടുള്ള ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോനെട്രീമിയ ആണ് ആൻസർ ആയിട്ട് വരിക. നമുക്കറിയാം സ്പൈറനോലാക്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പൊട്ടാസ്യം സ്പാരിൻ ഡയൂററ്റിക് ആണ്, ആൽഡോസ്റ്റിറോൺ ആന്റഗോണിസ്റ്റ് ആണ്. നോർമലി ആൽഡോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? അത് സോഡിയം റിട്ടൻഷൻ പ്രൊമോട്ട് ചെയ്യും, അതേപോലെ തന്നെ പൊട്ടാസ്യം എക്സ്ക്രീഷനും പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആൽഡോസ്റ്റിറോൺ ആന്റഗോണിസ്റ്റിന്റെ എഫക്റ്റ് ആയിരിക്കും എന്തായിരിക്കും? അത് പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷൻ കുറയ്ക്ക്, അതേപോലെ തന്നെ സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ കൂട്ടുമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോനെട്രീമിയ കണ്ടീഷൻ ഈ ഒരു സ്പൈറനോലാക്ടോൺ ഡ്രഗ് കോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഡൈക്ലോഫിനാക്ക്, അത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ട്രീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ ഡ്രഗും എന്താണ്? നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ കുറച്ച് അവിടെ പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷൻ കുറക്കുന്നുണ്ട്. അവിടെയും ഹൈപ്പർ കലീമിയ കണ്ടീഷൻ കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്പൈറനോലാക്ടോണും അതേപോലെ ഡൈക്ലോഫിനാക്കും നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് റിസ്ക് ആണ് കൂടുതൽ? ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോനെട്രീമിയ റിസ്ക് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് വരുന്നത്. Okay, next question. A 55-year-old patient with chronic kidney disease stage 4 present for routine blood work. His laboratory results are as follows. Serum phosphorus is 6.5 mg per deciliter. Normal is 2.5 to 4.5. The serum calcium is 8.4. The normal is 8.5 to 10.5. Which of the following is the most appropriate treatment for this patient's hyperphosphatemia? ഇവിടെ സെറം ഫോസ്ഫറസ് എന്ന് പറയുന്നത് 6.5 ആണ്. നമ്മൾ നോർമൽ റേഞ്ചിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പേഷ്യന്റിന് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ആയിട്ട് നമുക്ക് സെവലെമർ, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്, അലൻട്രോണേറ്റ് ആൻഡ് ഫ്യൂറോസുമൈഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് ഡ്രഗ് ഏതാണ്? സെവലെമർ ആണ്. സെവലെമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ കാൽഷ്യം ബേസ്ഡ് ഫോസ്ഫേറ്റ് ബൈൻഡർ. ഓക്കെ, അപ്പൊ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ ഫോസ്ഫേറ്റ് എക്സ്ക്രീഷൻ നടക്കുന്നുണ്ടായിരിക്കില്ല. അത് കാരണം കൊണ്ട് അവിടെ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെവലെമർ കൊടുക്കുന്നത്. ഈ സെവലെമർ എന്ത് ചെയ്യും? ഈ നമ്മുടെ ഗട്ടിലുള്ള ഫോസ്ഫേറ്റ് ആയിട്ട് ഈ ഡ്രഗ് ബൈൻഡ് ചെയ്തിട്ട് ആ ഡ്രഗിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും അതേപോലെ സെറം ഫോസ്ഫേറ്റ് ലെവൽ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സെവലെമർ യൂസ് ചെയ്തിട്ട്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഉണ്ട്, അലൻട്രോണേറ്റ് ഉണ്ട്, ഫ്യൂറോസിമൈഡ് ഒക്കെ ഉണ്ട്. ഇതിൽ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സിവിയർ ഹൈപ്പോ കാൽഷ്യമീയ ആൻഡ് ഹൈപ്പർ കലീമിയ കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അലൻട്രോണേറ്റ് നമുക്കറിയാം ബിസ്ഫോസ്ഫനേറ്റ് ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്, ഓസ്റ്റിയോപൊറോസിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ്. ഫ്യൂറോസിമൈഡ് ലൂപ്പ് ഡയൂററ്റിക്സ് ആണ്, അത് കാൽഷ്യം എക്സ്ക്രീഷൻ കൂട്ടും. അവിടെ ഒരു ഫോസ്ഫറസിന്റെ ആ ഒരു ലെവലിൽ അവിടെ കാര്യമായിട്ട് ചേഞ്ചസ് വരത്തില്ല. അതൊരു ലൂപ്പ് ഡയൂററ്റിക് ഡ്രഗ് ആണ്. അപ്പൊ ഇവിടെ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ കണ്ടീഷൻ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് സെവലെമർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഡസ് QRS ഓൺ ECG represent? ഓപ്ഷൻ എ atrial depolarization, B ventricular depolarization, C atrial repolarization, D ventricular repolarization. സോ ECGയിലെ QRS എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ഏത് പറയാം? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. നമുക്ക് ECGയിലെ ഓരോ വേവ്സും ഒക്കെ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. P വേവ് എന്ന് പറയുന്നത് അട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. QRS കോംപ്ലക്സ് റെപ്രസെന്റ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആൻഡ് T വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. അപ്പൊ ECGയിലെ വേവ്സ് അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ അത് പഠിക്കുക കറക്റ്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. എ 28-year-old woman with a history of well-controlled seizures on phenytoin is seeking advice regarding her medication as she is
as she plans to start a family and wants to optimize her treatment before pregnancy. What would be the best recommendation? A. Introduce valproic acid to phenytoin. B. Discontinue phenytoin immediately. C. Gradually decrease the dose of phenytoin and switch to levetiracetam. D. Continue phenytoin since she is well controlled. ഇവിടെ ഫെനിറ്റോയിൻ എടുക്കുന്ന ആ ഒരു പേഷ്യന്റ് ആള് പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി. ഇപ്പൊ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രഗ്നൻസിക്ക് മുന്നായിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ ബെസ്റ്റ് റെക്കമെൻഡേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് പറയാം ആൻസർ ആയിട്ട്? ഓപ്ഷൻ സി, ഗ്രാജുവലി ഡിക്രീസ് ദി ഡോസ് ഓഫ് ഫെനിറ്റോയിൻ ആൻഡ് സ്വിച്ച് ടു ലെവിട്രാസിറ്റം. നമുക്കറിയാം ഈ ഫെനിറ്റോയിൻ എന്ന് പറയുന്നത് എന്താണ്? ടെറാറ്റോജനിക് എഫക്റ്റ് ഉള്ള ഡ്രഗ് ആണ്. നമുക്ക് പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പ്രഗ്നൻസിയിൽ സേഫ് അല്ല. അവിടെ ഫീറ്റൽ ഹൈഡൻഡോയിൻ സിൻഡ്രം കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ നോർമലി പ്രഗ്നൻസിയിൽ അത് സേഫ് ആയിട്ടുള്ള ഡ്രഗ് അല്ല. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫെനിറ്റോയിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് വേറെ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ഒരു ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗിലേക്ക് സ്വിച്ച് ചെയ്യായിരിക്കും ബെറ്റർ ഓപ്ഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു? ഇൻട്രൊഡ്യൂസ് വാൽപ്രോയിക് ആസിഡ് ടു ഫെനിറ്റോയിൻ. സോ വാൽപ്രോയിക് ആസിഡും ഫെനിറ്റോയിന്റെ പോലെ തന്നെ പ്രഗ്നൻസിയിൽ ടെറാറ്റോജനിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അപ്പൊ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിസ്കണ്ടിന്യൂ ഫെനിറ്റോയിൻ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഫെനിറ്റോയിൻ എടുത്ത് ആ ഒരു സീഷർ കൺട്രോൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫെനിറ്റോയിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീഷർ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കണ്ടിന്യൂ ഫെനിറ്റോയിൻ സിൻസ് ഷീ ഈസ് വെൽ കൺട്രോൾ. നമ്മൾ ആ ഒരു ഫെനിറ്റോയിൻ ഡ്രഗ് തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് പറ്റില്ല. കാരണം ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ടെറാറ്റോജനിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം നമുക്കത് സേഫ് ആയിരിക്കില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഫെനിറ്റോയിന്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് പിന്നെ ഒരു പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ബെറ്റർ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രഗ്നൻസിയിൽ നമുക്കിപ്പോൾ ലെവിട്രാസിറ്റാം സേഫ് ആയിട്ട് വരുന്നതാണ്. ലാമോട്രിജിനും പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. Okay. Next question. The doctor prescribed 4 milligram, but the pharmacist dispensed 2 milligram. In order to avoid such medication errors in future, what should be done? A. Double check prescription before dispensing. B. Use a computer system for prescription. C. Ask the doctor to confirm unclear prescriptions. D. Educate patient on their medication dosage. Okay. അപ്പോൾ prescriber 4 mg prescribe ചെയ്തു, ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്തത് 2 milligram ആണ്. അപ്പൊ അതൊരു ഡിസ്പെൻസിങ് എറർ ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഡിസ്പെൻസിങ് എറർ കുറക്കാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ഡബിൾ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഡബിൾ ചെക്ക് ചെയ്യുക. ഓരോ പ്രാവശ്യം ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുന്നേ ഡബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു കറക്റ്റ് ഡോസ് തന്നെയാണോ, കറക്റ്റ് ഫോർമുലേഷൻ, കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പേഷ്യൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഡബിൾ ചെക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസ്പെൻസിങ് എറർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. Next question. A physician prescribed 3600 milligram of medication for a 1-month-old neonate, which led to an adverse drug reaction. What type of medication error is this? A. Prescribing error. B. Dispensing error. C. Administration error. D. Monitoring error. ഓക്കെ. അപ്പൊ 3600 milligram ഓഫ് ഡ്രഗ്, അതും 1 month ഓൾഡ് നിയോനേറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ആ നിയോനേറ്റിന് വെച്ച് നോക്കുമ്പോൾ എക്സസ് ഡോസ് ആണ്. അപ്പൊ ആ ഒരു പ്രിസ്ക്രൈബിംഗ് എറർ ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ. ആ ഒരു 3600 milligram ഓഫ് ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തത് കൊണ്ട് ആ ഒരു കുട്ടിക്ക് അവിടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നു. അപ്പോൾ പ്രിസ്ക്രൈബിംഗ് എറർ ആണ് വന്നിട്ടുള്ളത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിൽ അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. 3600 milligram എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതലാണ്. ആ ഒരു 1 month ഓൾഡ് യൂണിറ്റിനെ വെച്ച് നോക്കുമ്പോൾ എക്സസ് ഡോസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ പ്രിസ്ക്രൈബിംഗ് എറർ ആണ്. ഡിസ്പെൻസിങ് എറർ എന്ന് പറയുമ്പോൾ നമുക്കത് ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ അത്രയും 3600 milligram ആണ് ഡിസ്പെൻസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്പെൻസിങ് എറർ എന്ന് പറയാം. അഡ്മിനിസ്ട്രേഷൻ എറർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുക, അപ്പോൾ ഒരു പ്രോപ്പർ ഡോസ് തന്നെയാണോ, പ്രോപ്പർ പേഷ്യന്റിന് തന്നെയാണോ, അതാണ് അഡ്മിനിസ്ട്രേഷൻ എറർ എന്ന് പറയുന്നത്. മോണിറ്ററിങ് എറർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രോപ്പർ ആയിട്ട് ആ ഒരു പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു എറർ ആണ്. അപ്പൊ ഇവിടെ പ്രിസ്ക്രൈബിംഗ് എറർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. എ patient present with bone pain and lab values show low calcium and low phosphorus and elevated alkaline phosphatase level. Which vitamin deficiency is most likely responsible for this condition? Option A, vitamin A. Option B, vitamin D. Option C, vitamin B12. And option D, vitamin K. ഓക്കെ. സോ ഇവിടെ ബോൺ പെയിൻ ആയിട്ടാണ് പേഷ്യന്റ് വന്നിട്ടുള്ളത്. ലാബ് റിപ്പോർട്ട്സിൽ ലോ കാൽഷ്യം, ലോ ഫോസ്ഫറസ് ആൻഡ് എലിവേറ്റഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ്. അപ്പൊ ഇവിടെ
ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും ഈ ഒരു ബോൺ പെയിന് റീസൺ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഒക്കെ അബ്സോർപ്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇൻഡസ്റ്റൈനിൽ. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ഒരു കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് അബ്സോർപ്ഷൻ നടക്കില്ല. അവിടെ കാൽഷ്യം ഫോസ്ഫറസ് ലെവലൊക്കെ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് ഈ ഒരു ബോൺ പെയിന് കാരണമാവുന്നത്. ഓക്കെ, നമുക്ക് ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഏത് കണ്ടീഷനാണ് മെയിൻ ആയിട്ട് വരിക? ഈ വിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെയാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ ഉണ്ടായിരിക്കുന്നത്. വൈറ്റമിൻ B12 നമുക്ക് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഒക്കെയാണ് ഈ ഒരു വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിയിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ, എ പേഷ്യന്റ് പ്രസന്റ് വിത്ത് സിംറ്റംസ് ഓഫ് കൺഫ്യൂഷൻ, മെമ്മറി ലോസ്, മസിൽ വീക്ക്നെസ് ആൻഡ് പെരിഫറൽ എഡിമ, വിച്ച് കണ്ടീഷൻ ഈസ് മോർ likely due to the deficiency of vitamin B1 thiamine. ഓക്കെ, വൈറ്റമിൻ B1 അതായത് തയമിന്റെ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പലേഗ്ര, ബി ബെറിബറി, സി റിക്കറ്റ്സ്, ഡി സ്കർവി. നമുക്കറിയാം വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി എന്താണ് കോസ് ചെയ്യുന്നത്? ബെറിബറി, ഓപ്ഷൻ ബി ബെറിബറി ആണ് കോസ് ചെയ്യുന്നത്. ഇതില് ഓപ്ഷൻ എ പെലഗ്ര എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ B3 നിയാസിൻ ഡെഫിഷ്യൻസി ആണ് പെലഗ്ര കോസ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് കോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് സ്കർവി കോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ വൈറ്റമിൻ B1 അതായത് തയാമിൻ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് കണ്ടീഷനാണ് കോസ് ചെയ്യുക? അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഓപ്ഷൻ ബി ബെറിബറി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മുടെ CBDTech ഓൺലൈൻ അക്കാഡമിയിൽ ഉള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് കോഴ്സിനെ പറ്റി അറിയാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.